പന്തളം രാജകൊട്ടാരത്തിലെ കുറേ പ്രതിനിധികളെ കാണാൻ അവരുടെ ഒപ്പം ഇരുന്ന് അയ്യപ്പ ദർശനത്തിൽ ചർച്ച ചെയ്യാൻ എല്ലാം അവസരം കിട്ടി. അപ്പോൾ പന്തളം രാജകൊട്ടാരത്തിലെ പ്രതിനിധികൾ അതിഗംഭീരമായിട്ടുള്ള ചൈതന്യമുള്ള രാജകുടുംബാംഗങ്ങൾ, അവരിൽ പലരും ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്. കമ്മ്യൂണിസം അവരുടെ രക്തത്തിൽ ഇപ്പോഴുമുണ്ട്. അവർ വോട്ട് ചെയ്യുന്നത് ആർക്കാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവർ വേറെ ഒരു പാർട്ടിയിലും പോയിട്ടില്ല. പഴയ പാർട്ടി നിലനിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതിപ്പോൾ പ്രസക്തമല്ല ആ ചോദ്യം എന്നാണ് അവർ ഉത്തരം പറഞ്ഞത്. പക്ഷേ അവരെന്തൊക്കെ രാജപ്രതിനിധികളാണ്, സാമ്പത്തികമായിട്ട് അങ്ങ് ഉച്ചകോടിയിൽ നിൽക്കുന്നവരൊന്നുമല്ല, സാധാരണ രീതിയിൽ നിൽക്കുന്നവർ തന്നെയാണ്, മനുഷ്യരെ പോലെ ജീവിക്കുന്നവരാണ്, വിദ്യാഭ്യാസം ഇല്ലാത്തവരെ പോലെ സംസാരിക്കുന്ന മന്ത്രിമാരെ പോലെയുള്ളവരല്ല, രാജകീയ പരിവേഷമില്ലാതെയാണെങ്കിലും നന്മ നിറഞ്ഞ വ്യക്തികളാണ്. ഈ 6 മണിക്ക് സന്ധ്യാസന്ദേശത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അവരുടെ മനസ്സിൽ മണികണ്ഠനോട്, അയ്യപ്പനോട്, ധർമ്മശാസ്താവിനോടുള്ള ഭക്തി, അതായത് ഈവൺ അവരുടെ ബേസിക് കമ്മ്യൂണിസമാണ്. അവർ കമ്മ്യൂണിസ്റ്റുകാർക്ക് താമസിക്കാൻ സൗകര്യം ഒരുക്കിയവരാണ്. ആർക്കെന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കമ്മ്യൂണിസ്റ്റുകാർക്ക് ചോറ് കൊടുത്തവരാണ്. ചെയ്തത് തെറ്റാണെന്ന് ഇപ്പോൾ അവർ തിരിച്ചറിയുന്നുണ്ടെങ്കിലും അത്രയും അധികം കമ്മ്യൂണിസം രക്തത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്തിട്ടും അയ്യപ്പനോടുള്ള ഭക്തി, മണികണ്ഠനോടുള്ള ഭക്തി, ആ ഭക്തിയുടെ താത്വികാംശവും പ്രായോഗികാംശവും അറിയാവുന്നവര്, ആ കുടുംബം ഇന്നും അയ്യപ്പന്റെ കൂടെയാണ്, അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ. ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളാണെങ്കിലും ഏത് തരത്തിലുള്ളവരാണെങ്കിലും നിങ്ങൾ അറിയണം, നമ്മുടെ മനുസ്മൃതിയും നമ്മുടെ വേദവും കത്തിച്ച KR ഗൗരിയമ്മ അവരുടെ അനുയായികളൊക്കെ ഇപ്പൊ അതേ രീതിയിൽ തന്നെ ഈ നാടിനും സംസ്കാരത്തിനും എതിരെ പ്രവർത്തിക്കുമ്പോഴും KR ഗൗരിയമ്മ ഭാഗവതം വായിക്കുന്നുണ്ട്, ഭഗവത്ഗീത വായിക്കുന്നുണ്ട്, ചക്കുളത്ത് കാവിൽ നാരി പൂജയ്ക്ക് പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഈ നാടിന്റെ സംസ്കാരത്തെ അവഹേളിച്ച VS അച്യുതാനന്ദന്റെ മകൻ എല്ലാ മാസവും ഗുരുവായൂരിൽ പോകുന്നുണ്ട്, മുട്ടറക്കിന് വേണ്ടിയിട്ട് ഡോക്ടർ അരുൺകുമാർ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ മക്കൾ ദേവി മഹാത്മ്യവും ലളിതാ സഹസ്രനാമവും പഠിച്ച മാതാ അമൃതാനന്ദമയിയുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവരാണ്. അഡ്മിഷൻ കിട്ടിയത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ, പഠിച്ചവരാണ്. ഈ കടകംപള്ളി സുരേന്ദ്രൻ അമ്പലത്തിന്റെ മുമ്പിൽ ഇപ്പോഴാണ് നിന്ന് തൊഴാത്തത്. ബന്ധുക്കൾക്കെല്ലാം വേണ്ടിയിട്ട് ഗുരുവായൂരിൽ പോയിട്ട് പുഷ്പാഞ്ജലി നടത്തിയ ആളാണ്. എല്ലാ അമ്പലങ്ങളിലും പോയിട്ട് പരോക്ഷമായിട്ട് നിന്ന് തൊഴുന്ന പാർട്ടിയാണ്. നിങ്ങൾ നോക്കുക, G സുധാകരൻ രാമായണം വായിക്കുന്ന ആളാണ്. ഇനിയും നോക്കുക, ഓരോ EK നായനാരുടെ ജ്യേഷ്ഠൻ കൃഷ്ണൻ നായനാര് കേരള RSSന്റെ കൂടെയുള്ള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടിരുന്ന ആളാണ്. ഇവരെല്ലാം അമ്പലവുമായിട്ട് ബന്ധമുള്ളവരാണ്. നല്ല രീതിയിൽ നിങ്ങൾ നോക്കുക. ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതെയാകുമെന്ന് പറഞ്ഞിരുന്ന വ്യക്തികളുടെ വീട്ടുകാരും അവരുമെല്ലാം നമ്മുടെ മുഖ്യമന്ത്രിക്കുമുണ്ട്. നല്ല ജ്യോതിഷനുണ്ട്. VS അച്യുതാനന്ദന് പരമേശ്വര മാഷാണ് താറ്റിയോട് അമ്പലത്തിലെ ജ്യോതിഷനായിട്ട് നിൽക്കുന്നത്. ഇവർക്കെല്ലാവർക്കും നമ്മുടെ പൈതൃകത്തിനോട് പുറത്തെ എതിർത്ത് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ചവിട്ട് നാടകമാണെങ്കിലും അകത്ത് ശ്രീനാരായണ ഗുരുദേവന്റെ ക്ഷേത്രങ്ങളിൽ പോയിട്ട് ശാരദാദേവിയുടെ മുമ്പിൽ നാരായണ ഗുരുദേവന്റെയും മുമ്പിൽ തൊഴുത ഭരണാധികാരിയാണെന്ന് കേരളത്തിലുള്ളത്. അതെല്ലാം അവർ ചെയ്തു. ഓരോ കമ്മ്യൂണിസ്റ്റുകാരനെയും എടുത്തു നോക്കുക, അവരെല്ലാം നല്ല തുളസിമാല ഇട്ടിട്ടാണ് MA ബേബി മകളുടെ വിവാഹം കഴിച്ചത്. കമ്മ്യൂണിസ്റ്റ് വച്ചയുടെ മാല ഇടായിരുന്നില്ലേ? എന്തിനാ തുളസിമാല ഇട്ടത്? കമ്മ്യൂണിസ്റ്റ് വച്ചയുടെ മാല. എന്നിട്ട് അങ്ങേര് പറയുകയും ചെയ്തു, ഞാൻ എന്നും യേശുവിന്റെ വഴിയിലൂടെ തന്നെ ആയിരിക്കുമെന്ന് MA ബേബി പറയുകയും ചെയ്തു. നിങ്ങൾ പന്ന്യൻ രവീന്ദ്രൻ പുറത്തുനിന്ന് നോക്കിയ പെണ്ണിനെ പോലെ മുമ്പിൽ നോക്കിയ ആണിനെ പോലെയുള്ള രൂപമുള്ള പാർട്ടിയാണ്. അദ്ദേഹം മഹാഭാരതത്തെക്കുറിച്ചും ഭഗവത്ഗീതയെക്കുറിച്ചും പറയുന്നത് കേൾക്കണം. എന്നിട്ട് അയാൾ തന്നെ പറഞ്ഞു, നമ്മുടെ നാടിന് പറ്റിയ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് നമ്മൾ ഈ നാടിന്റെ പൈതൃകത്തെയും രാമായണത്തെയും മഹാഭാരതത്തെയും തിരസ്കരിച്ചു എന്നുള്ളതാണ്. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് മക്കളെയൊക്കെ വിവാഹം കഴിച്ചു കൊടുത്ത നമ്പൂതിരിമാർക്കാണ്. ആചാരപ്രകാരമാണ് അങ്ങേരുടെ ഡെഡ് ബോഡി വരെ ദഹിപ്പിച്ചത്. ഇനിയും നിങ്ങൾ നോക്കുക, AK ഗോപാലന്റെ തറവാട് ക്ഷേത്രത്തിന് എത്രയാ അദ്ദേഹം സപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്നറിയാമോ? നല്ല ഹിന്ദുവായിരുന്നു AK ഗോപാലൻ. എല്ലാവരുമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അണികളെ മാത്രം ഹിന്ദുവിനെതിരെ പ്രവർത്തിക്കാനും, ഇവരൊക്കെ മാറുമ്പോഴും അണികളെ മാറ്റാതെ ഈ രാഷ്ട്രത്തിനും ഈ സംസ്കാരത്തിനും കൊലച്ചതി ചെയ്യുന്നവരായിട്ട് നിലനിർത്തുമ്പോഴും നിങ്ങൾ ഓർമ്മിക്കുക, നിങ്ങൾ അങ്ങനെയുള്ളവരാവരുത്. പന്തളം രാജകൊട്ടാരത്തിലെ വ്യക്തികളുടെ രാഷ്ട്രീയം അവരുടെ ആത്മീയതയ്ക്ക് ഒരു തടസ്സമായിരുന്നില്ല. ഇപ്പൊ അവരുടെ രാഷ്ട്രീയം എന്താണെന്നല്ല,
അവർ ഒരു പാർട്ടിയുടെയും മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. ഇപ്പോൾ ഒരു പാർട്ടിക്കും വേണ്ടി അവർ വർക്ക് ചെയ്തിട്ടില്ല. അവര് ഒരു പാർട്ടിയുടെയും MP-യോ MLA-യോ സ്ഥാനത്തിന് നിൽക്കാൻ അവർക്ക് താല്പര്യമോ ഇല്ല. അവർ നിൽക്കില്ലെന്ന് പറഞ്ഞിട്ടുമുണ്ട്. നേരിട്ട് എന്നോടുള്ള ഡിസ്കഷനിൽ ഞാൻ നിങ്ങളോട് പറയാണ്, നമ്മൾ ഭാരതീയരാണ്. നമ്മൾ ഹൈന്ദവ ജനതയുടെ സംസ്കാരം ഉദയം ചെയ്ത് ഉൾക്കൊണ്ടവരാണ്. ഏത് മതത്തിലുള്ളവരാണെങ്കിലും ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ അവകാശികളാണ്. ഈ സന്ധ്യാസന്ദേശത്തിൽ നിങ്ങളത് അറിയണം, പഠിക്കണം. അതിനുള്ള ഇച്ഛാശക്തി മനസ്സിലും ജ്ഞാനശക്തി തലച്ചോറിലും ക്രിയാശക്തി ശരീരാവയവങ്ങളിലും ഉണ്ടായിട്ട് മുമ്പോട്ട് പോകണം. ഹിന്ദു എന്ന അഭിമാനത്തോടുകൂടി പറയാൻ ഇവിടുത്തെ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും സാധിക്കണം. ഇവിടുത്തെ ക്രിസ്ത്യാനി നമ്മുടെ സംസ്കാരമാണ് ഹിന്ദു സംസ്കാരം. ഇഷ്ടമുള്ള ദേവത അള്ളാഹുവിനെയോ യഹോവയോ ആരെ വേണമെങ്കിലും ആരാധിച്ചോട്ടെ. സംസ്കാരം മലേഷ്യക്കാരും ഇന്തോനേഷ്യക്കാരും പറയുന്ന പോലെ ഞങ്ങൾ ഹിന്ദു സംസ്കാരമുള്ളവരാണ്. പക്ഷേ അള്ളാഹുവിനെയും യഹോവയെയും അല്ലെങ്കിൽ ബൈബിളും ഖുറാനും കാബയും എല്ലാം പൂജിക്കുന്നവരാണ്, ആരാധിക്കുന്നവരാണ്. ഇങ്ങനെ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം. സന്ധ്യാ സന്ദേശമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളിൽ മാത്രം ഇതുണ്ടായാൽ പോരാ. കമ്മ്യൂണിസ്റ്റുകാരിലും കോൺഗ്രസ്സുകാരിലും BJP-കാരിലും യുക്തിവാദികളിലും നിരീശ്വരവാദികളിലും നിങ്ങൾക്ക് സമയം ലഭിക്കുന്ന വേളയിൽ പറ്റുന്ന സമയത്ത് കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ, കിട്ടുന്ന സമയത്ത് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. പ്രണാമം. സന്ധ്യാ സന്ദേശമാണിത്. നമസ്കാരം.